രാവിലെ 5ാം ക്ലാസ് കയറും, പിന്നെ വൈകിട്ട് MSc ക്ലാസ് കയറും. അങ്ങനെ ഒരേ സമയം ഇത്രയും ആൾക്കാരെ പഠിപ്പിച്ചിരുന്നു. എല്ലാവരും എന്തെങ്കിലും ഉത്തരം പറയണം, നിർബന്ധം. അതിന് എന്ത് വെട്ടിത്തായാലും കുഴപ്പമില്ല. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്ത് വെട്ടിത്തും നിങ്ങൾക്ക് ഉത്തരം പറയാം. ഈ ചോദ്യം പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് കുട്ടികളായിട്ടാണ്. നിങ്ങൾ ഇരിക്കുന്നവരൊക്കെ എന്താണ്? കുട്ടികളായിട്ടാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളായിട്ട് തന്നെയാണ് മറുപടി പറയേണ്ടത്. നിങ്ങളത് മറുപടി പറഞ്ഞ കുട്ടികളായിട്ട് തന്നെയാണ്. ഈ ചോക്ക് നടു മുറിച്ചാൽ എത്ര കഷ്ണം? ചോദ്യം ഒന്നുകൂടി ചോദിക്കാം. ഈ ചോക്ക് നടു മുറിച്ചാൽ എത്ര കഷ്ണം? ഈ ചോക്ക് നടു മുറിച്ചാൽ എത്ര കഷ്ണം? ടെസ്റ്റ് ചെയ്യാം. ഇവിടെ നോട്ടിക്കാം. അതൊന്ന് ഒറ്റയ്ക്കാക്കി ആ കിടലിലൂടെ കയറിയിടുക. ഇവന് പോസിറ്റീവ് ആക്കാം. എങ്ങനെ? അതൊരു 100 ഇത് കിട്ടിയ എത്ര പേരുണ്ട്? 1 2 3 4 എത്ര കിട്ടിയത്? 2 കിട്ടിയത്. എന്നിട്ട് 4ാമത്തേന് മീതെ വെക്കാം. എന്നിട്ട് ഈ 2 മൂലയും ഈ മൂലയും ഇതിന്റെ മുകളിൽ ബാക്കി വരുന്ന നൂലുണ്ട്. എങ്ങനെ പിടിച്ചാലും കുഴപ്പമില്ല. അതിന്റെ ഒരു ഉറപ്പ് ഫീൽ ചെയ്യും. പറയുന്നത് ടെട്രാഹെഡ്രൺ എന്നാണ്. അത് മാത്രം ഇതിന്റെ ഒരു ഫേസ് വാർത്ത് നോക്കാം. ഒരു ഫേസ് നോക്കി കഴിഞ്ഞാൽ ഈ ഫേസില് ഇവിടെ ട്രയാങ്കിള്, ഇവിടെ ട്രയാങ്കിള്, ഇവിടെ ട്രയാങ്കിൾ, നടുവ് ട്രയാങ്കിൾ ഫ്രീ ആയിട്ട് എടുക്കണ്ടാവും. മിനിറ്റ് മാക്സിമം ഇവിടെ ഇരുന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ടൈമിനകത്ത് എനിക്ക് വളരെയധികം സ്ട്രൈക്ക് ചെയ്തത് മാത്തമാറ്റിക്സിലൂടെ എങ്ങനെയാണ് യൂണിറ്റിൽ കൺവേ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക്